എറണാകുളം ഇരുമ്പനത്തെ ടൂറിസ്റ്റ് ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയിലും ഇടിച്ചു. സംഭവ സ്ഥലത്ത് നിന്നും പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, അപകടം നടന്നത് എപ്പോഴാണ്? ആരോഗ്യനില, ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ്സാണ് ഈ കാണുന്നത്. കോൺട്രാക്ട് കാരേജ് ബസ്സാണ്. ഈ ടൂറിസ്റ്റ് ബസ് തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ടാങ്കർ ലോറിയുടെ ക്യാബിൻ അടക്കം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. അതേസമയം വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം പൂർണ്ണമായും ഇന്ധനം നിറച്ച അവസ്ഥയിലാണ് ആ ടാങ്കർ ലോറി. തൊട്ടപ്പുറത്തുള്ള IOCയുടെ പ്ലാന്റിൽ നിന്ന് ഇന്ധനം നിറച്ച് പുറത്തേക്ക് ഇറങ്ങി ഏതാണ്ടൊരു 100 മീറ്റർ ഓടുമ്പോഴാണ് ഈ ബസ്സും ടാങ്കർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇതിനിടയിൽ ഒരു ഓട്ടോറിക്ഷയും വന്നുവിട്ടു. ആദ്യം ഈ ഓട്ടോറിക്ഷയിലാണ് ഇടിച്ചത്. ഓട്ടോറിക്ഷ സാരമായ തകരാറുകളോടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ ഇടിച്ച ഉടൻ തന്നെ പിന്നീട് ലോറിയും ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. കൃത്യം എങ്ങനെയാണ് ഇടിച്ചതെന്ന് ദൃക്സാക്ഷികളാരും ഈ സ്ഥലത്തില്ല. ഇടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പല ആളുകളും ഇറങ്ങി വന്നത്. ഇതാണ്ട് ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ ഈ ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്ന ആളിനും ടാങ്കർ ലോറിയിലുണ്ടായിരുന്ന ആ ആളിനും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് അറിയുന്നത്. ഇന്ധനം നിറച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇരുമ്പനത്തെ പ്ലാന്റിൽ നിന്ന് ലോറി പുറത്തേക്ക് ഇറങ്ങി കേവലം ഒരു 100 മീറ്റർ മാത്രം ഓടുമ്പോഴാണ് അപകടമുണ്ടായത്. നമുക്ക് കാണാം, വളരെ സ്ട്രെയിറ്റ് ആയി കിടക്കുന്ന നേരെ കിടക്കുന്ന റോഡാണിത്. പക്ഷേ ആ നേരെ കിടക്കുന്ന റോഡിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പോലീസ്, അതുപോലെ തന്നെ IOCയിൽ നിന്ന് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ മാറ്റിയത്. ഏറെ പണിപ്പെട്ടാണ് ഈ ടാങ്കർ ലോറി ഡ്രൈവറെ ടാങ്കർ ലോറിക്ക് പുറത്തേക്ക് എടുത്തത്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, ടാങ്കർ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും ചതഞ്ഞെറിഞ്ഞ് അല്ലെങ്കിൽ പൂർണ്ണമായും തിങ്ങിക്കൂടിയ അവസ്ഥയിലാണ്. ഏറെ പണിപ്പെട്ട് വെട്ടിപ്പൊളിച്ചാണ് ഈ ടാങ്കറിൻ്റെ ഡ്രൈവറെ പുറത്തേക്ക് എടുത്തത്. ഇദ്ദേഹത്തെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകട കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. ഈ അപകടത്തെ തുടർന്ന് ഇരുമ്പനം കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഇരുചക്ര വാഹനത്തിന് പോലും പലപ്പോഴും പോകാൻ വയ്യാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് ഇപ്പം ഈ ടൂറിസ്റ്റ് ബസ്സും ലോറിയും മറ്റും ഇവിടുന്ന് മാറ്റാൻ തുടങ്ങുകൂടി ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം, ഈ ഒരു ടാങ്കർ ലോറിയിൽ ഏതാണ്ട് 20,000 ലിറ്റർ. നമുക്കറിയാം, ടാങ്കർ ലോറിക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ലീക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? വലിയ ദുരന്തം ഒഴിവായതിൻ്റെ ആശ്വാസമുണ്ട്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്.